വിരമിച്ചവർക്ക് പുനർനിയമനം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ അക്കൗണ്ടന്റ് തസ്തികയിലാണ് പുനർനിയമനം നടത്തുന്നത്. ഇത് സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സർക്കുലർ പുറത്ത്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ നിലവിലുള്ള 56,000 ഒഴിവുകളിൽ 22,000 പുനർനിയമനത്തിലൂടെ നികത്തപ്പെടുമ്പോൾ അവസരം നിഷേധിക്കുന്നത് യുവജനങ്ങളുടേതാണ്. വിവിധ വകുപ്പുകളിലായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ 12 ലക്ഷം ഒഴിവുകളാണുള്ളത്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ മാത്രം 56,000 ഒഴിവുകൾ നിലനിൽക്കുന്നു. ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റിക്കിടക്കുമ്പോഴാണ് 22,000-ലേറെ തസ്തികയിൽ വിരമിച്ചവർക്ക് പുനർനിയമനം കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഈ ഒഴിവുകളിലേക്കുള്ള പുതിയ നിയമനം കൂടിയാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ അക്കൗണ്ടന്റ് തസ്തികയിലാണ് പുനർനിയമനം നടത്തുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഇത് സംബന്ധിച്ചുള്ള സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 കോടി ഇന്റേൺസിനെ സൃഷ്ടിക്കും എന്നാണ്. ആർക്ക് വേണം ഇന്റേൺഷിപ്പ്? ഈ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇന്റേൺഷിപ്പായി വർക്ക് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇന്ത്യയിലെ ചെറുപ്പക്കാർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഇന്റേൺഷിപ്പ് അല്ല, ഞങ്ങൾക്ക് വേണ്ടത് സ്ഥിരം തൊഴിലാണ്. കേരളത്തിലെ 5 AG's ഓഫീസുകളിലായി 60% ഒഴിവുകളാണ് നിലനിൽക്കുന്നത്. അതായത് ആകെയുള്ള 1,323 തസ്തികകളിൽ 787 എണ്ണവും ഒഴിഞ്ഞുകിടക്കുന്നു. സീനിയർ അക്കൗണ്ട് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്നീ തസ്തികകളിലെ ഒഴിവുകളിൽ 10% വിരമിച്ചവരെയോ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെയോ കൺസൾട്ടന്റ്മാരായി നിയമിക്കാമെന്ന സർക്കുലർ നേരത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പുനർനിയമന സർക്കുലർ കൂടി നിലവിൽ ഇറക്കിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.